ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നമ്മൾ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിലൊക്കെ കുറേ ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിക്കണമെന്ന് പറഞ്ഞ് കേട്ടിട്ട് ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അങ്ങനെ ഞാനും ഇക്കയും കൂടെ നമ്മളെ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ മെയിൻ എൻട്രൻസിലൂടെ അല്ലായിരുന്നു കേട്ടോ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല തിരക്ക്, നമ്മൾ ന്യൂ ഇയറിൻ്റെ തലേദിവസമാണ് കേട്ടോ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ബ്ലോക്കും ആയിരുന്നു. പിന്നെ പാർക്കിങ്ങിനൊന്നും ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ പാർക്കിങ് നോക്കി കിട്ടിയ സ്ഥലത്ത് പോയി വണ്ടി വെച്ച് അങ്ങനെ നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഒരു സൈഡിലൂടെയുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ അതിൽ കൂടെയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സ്ക്വയറിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. കയറുമ്പം തന്നെ ആ ഒരു വാക്ക് വേ ഒക്കെ ഒരു നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈവൻ ആ മരത്തിലാണെങ്കിൽ പോലും ഫുള്ളായിട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്ലോറിൽ ഒക്കെ നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്, പല ഷേപ്പിൽ, പല എന്താ പറയുക, പല ഐഡിയാസ് വെച്ചിട്ടാണ് കേട്ടോ അവർ ഓരോ സംഭവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഒരു വലിയ ഒരു ലൈറ്റിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവത്തിൽ വലിയത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് രണ്ടുമാണ്. ഈ ട്രീൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ളതും പിന്നെ ഈ ഒരു കപ്പലിൻ്റെ ഷേപ്പിലുള്ള ഈ ഒരു വെള്ളത്തിൽ കപ്പൽ നിൽക്കണ പോലത്തെ ഈ ഒരു ഐറ്റമാണ് ഇവിടെ വലിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും ഭാഗത്ത് ഇതിനേക്കാൾ വലുതുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പോയ സമയത്ത് എനിക്കിത് രണ്ടുമാണ് കേട്ടോ കുറച്ച് വലുതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ കുഞ്ഞ് എന്താ പറയുക ഷേപ്പിലുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. പിന്നെ ഈ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നീളത്തിൽ കുറേ ലോങ് ആയിട്ട് ഇങ്ങനെ അതേപോലെ തൂക്കിയിട്ടതുകൊണ്ട്, പിന്നെ എന്താ പറയുക ചെറിയ രീതിയിൽ ചെയ്തിട്ടുള്ള ലൈറ്റ് വർക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് നേരത്തെ ഞാൻ കാണിച്ചെന്നില്ല മരത്തിൻ്റെ മുകളിൽ, അതുപോലെയൊക്കെ പല രീതിയിൽ ഇങ്ങനെ ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, ഇങ്ങനെ വലിയ സംഭവമാക്കി പറയാൻ മാത്രം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും എടുത്ത് പറയാനില്ല. എന്നാലും എന്താ പറയുക, ഉള്ളത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്നാലിപ്പോൾ എന്താ കാണാനുള്ളത് അങ്ങനെ ചോദിക്കുന്നവരോട് എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളത്. ഈ ഒരു ലൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കാണാം കേട്ടോ. അതല്ലാതെ വേറെ വലിയ സംഭവമാക്കി പറയാൻ മാത്രം വേറെ വലിയ സംഗതികളൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല. അതുപോലെ ഇങ്ങനെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറേ ലൈറ്റ് വർക്ക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ഒരു സ്പോട്ടാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആളൊഴിയില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ലൈറ്റ് എഫക്റ്റിൽ രാത്രിയിൽ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ല രസമുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പല ഷേപ്പിൽ പല രീതിയിൽ ഇവർ ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോയത് എന്താ പറയുക, ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ പോയി, ഞാനൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോയി ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അങ്ങനെ ഒരുപാട് കാണാനൊന്നും ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഉള്ളത് കുറച്ചാണെങ്കിലും നമുക്ക് എന്താ പറയുക ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മളെ വീഡിയോക്ക് നിങ്ങളെ കമൻസ് അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. കാരണം നിങ്ങളെ ഓരോ കമൻസാണ് എനിക്ക് വീഡിയോയിൽ എന്താ പറയുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലും, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് അതിന് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ കമൻസ് അത് എന്താണെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക കേട്ടോ. പിന്നെ ഇനിയിപ്പം നല്ല കാര്യമാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് നിങ്ങളെ കമൻസ് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ, അഭിപ്രായങ്ങൾ പറയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ന്യൂ ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.